വേർഡ് ബൈ വേർഡിന് ഹൊറർ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത്. ജംപ് സ്കെയർസ് അല്ല, പക്ഷെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ സഹതാപം അല്ലാതെ പേടിയാണ് വരേണ്ടത്. ഒരാള് ജയിലിലേക്ക് പോയാൽ എന്താണ്. ഏറ്റവും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസും ഇല്ല, ഒരു എന്താ വേണ്ടതെന്ന് പറയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത പ്രൊജക്ടിനെ ബേസ് ചെയ്തല്ല എന്നെ ജഡ്ജ് ചെയ്യാൻ അദ്ദേഹത്തിന്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എങ്ങനെയാണ്. ഇപ്പൊ മണിച്ചിത്ര താഴിലൊക്കെ പോലെ ആഹി രാഗം, അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞുള്ള മെലഡി പോലെ രീതിയിലൊക്കെ അതിന്റെയൊക്കെ ഇൻസ്പയർ ആയിട്ടും കുറെ ഇതിലും ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ നോക്കി. ലാൽ ജോസ് സാറിന്റെ അന്നപൂർണ വിശാലക്ഷ്മി, അതിപ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ത്രൂ എത്തുകയും കുറെ പേര് മെസ്സേജ് ഒക്കെ ചെയ്യും. ടൊറന്റോ ഫെസ്റ്റിവലിൽ ഇത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു അവിടെ നിന്നും റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. ഫസ്റ്റ് പടം തന്നെ വിത്ത് ഓജി എന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ. മ്യൂസിക് ഡയറക്ടർ ശിവഹരിയാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. ആസ്പയറിംഗ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ആഗ്രഹമായിരിക്കും അനുരാഗ് കശ്യപ് പോലൊരു ഫിലിം മേക്കറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ചെക്ക് ലിസ്റ്റ് ഒക്കെ പോലെ മാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അത്രയും വലിയ ആഗ്രഹമായിരിക്കും. വേ ടു ബന്ദർ അല്ലെങ്കിൽ അനുരാഗ് കശ്യപ് ഈ ടാലന്റിനെ നോട്ടീസ് ചെയ്യുന്നു, അങ്ങനത്തെ പരിപാടി എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ശരിക്കും ഞാനൊരു ഒരു ഭജൻ ചെയ്ത് അദ്ദേഹം കാണുകയുണ്ടായി. അപ്പോ എന്റെ ഭാഗ്യം കറക്റ്റ് ആ സമയത്ത് ആ സിനിമയ്ക്ക് അതൊരു ആവശ്യമായിട്ട് വരികയും, അപ്പൊ ഞാനത് പ്രസന്റ് ആ സിനിമയുടെ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചിട്ട് പ്രസന്റ് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ നേരിട്ട് പോയി കണ്ടു. അപ്പോഴാണ് പിന്നെ നമ്മൾ സ്കോറിന്റെ കാര്യം സംസാരിക്കലും. ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ജയിലിന്റെ അപ്പൊ ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവിടെ പോയി പിന്നെ സ്കോറും രീതികളൊക്കെ ഭാഗ്യത്തോടെ എല്ലാം ഭംഗിയായി. സെറ്റിൽ മീൻസ് ഇത് പാരലി ആയിരുന്നു. ബന്ദറിന്റെ വർക്കിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? പടം ഷൂട്ട് നടക്കുന്നത് തൊട്ട് പാരലി നിങ്ങൾ തീംസ് കമ്പോസ് ചെയ്ത്? ഇല്ല, ഒരു ഐഡിയ ജസ്റ്റ് ഉണ്ടായിരുന്നു മാത്രം. അതിനുവേണ്ടിയാണ് സെറ്റിൽ പോയതും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു ഫസ്റ്റ് കട്ട് അനുരാഗ് സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു എഡിറ്റ് വേർഷൻ ആദ്യം ചെയ്തിട്ടാണ് എഡിറ്ററിന് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അതൊരു 3.5 hour ഡയറക്ടേഴ്സ് കട്ടാണ്. അപ്പൊ അത് ഞാൻ 2-3 തവണ കാണുകയും, അപ്പൊ അതിൽ മ്യൂസിക് ഒന്നുമില്ല. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു 2-3 തീമുകൾ ഒന്ന് ട്രൈ ചെയ്യാനും പരിപാടിയൊക്കെ. അപ്പൊ അത് ആരുടെ മീൻസ് ഓരോ ക്യാരക്ടേഴ്സിന്റെ ബോബി ഡിയോളിന്റെ ഇല്ല, ഒന്നും സ്പെസിഫിക് ഇല്ല. കണ്ടിട്ട് ഏതെങ്കിലും ഒരു സീൻ ഓർമ്മയുള്ളത് ജസ്റ്റ് അത് വിഷ്വൽ വെച്ചും വേണ്ട, ജസ്റ്റ് റാൻഡംലി ഓഡിയോ കണ്ടു എന്ന് മനസ്സിൽ വെച്ച ഒരു തീം ഉണ്ടാക്കാൻ. എനിക്കൊരു ഫ്ലോയിൽ തോന്നിയ ഒരു 7-8 തീംസ് ഉണ്ടാക്കി. പിന്നെ ഞാൻ അത് അദ്ദേഹത്തിന് അയച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫൈനൽ കട്ട് കാണുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഈ സ്കോറൊക്കെ എഡിറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ ഒരു സീനിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്ത് അദ്ദേഹം പ്ലേസ് ചെയ്തു. കൂടുതൽ ഇമ്പാക്ട് വരികയാണ് പരിപാടിയൊക്കെ ഉണ്ടായി. മലയാളത്തിൽ നിന്ന് ഒരുപാട് ടെക്നീഷ്യൻസ് ഈ ബോംബെയിൽ പോയി വർക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ ദുരന്തറിൽ നമ്മൾ ഒരു മ്യൂസിക് കമ്പോസർ ഇതേമാതിരി മലയാളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്താണ് ഈ ബോംബെന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു വേ ടു ബോംബെ എങ്ങനെയായിരുന്നു പരിപാടി? ഇല്ല, ഞാൻ ജനിച്ച് വളർന്നൊക്കെ ബഹ്റൈനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 12th കഴിഞ്ഞ അതിന് മുമ്പ് ഞാൻ ശരിക്കും ഒരു റിയാലിറ്റി ഷോയില് ഒരു ഫൈനലിസ്റ്റ് ആയിരുന്നു. ഏഷ്യ സിംഗ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ZTVയുടെ ഒരു ശങ്കർ മഹാദേവൻ, ഷഫ്കത്ത് അമാനത്തലി, ശങ്കർ സാറും ഷഫ്കത്ത് സാറും ആയിരുന്നു ജഡ്ജസ്. അപ്പൊ അതിൽ തന്നെ ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് കൈൻഡ് ഓഫ് തോന്നി നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം, ഇതൊരു പോസിബിലിറ്റി ആണ്. അപ്പൊ 12th കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിസ്ലിംഗ് വുഡ്സിൽ ജോയിൻ ചെയ്യും. അത് പ്രോഗ്രാമിംഗ് ആയിരുന്നു. സൗണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ അത് കംപ്ലീറ്റ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി പുറത്തെ വർക്ക് ചെയ്തു തുടങ്ങിയത്. അപ്പൊ ആ കോളേജ് സമയത്ത് എന്താ വെച്ചാൽ പഠിക്കുന്നതിൻ്റെ കൂടെ സുഭാഷ് ഗായി സർ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യലും. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറെ കമ്പോസേഴ്സിൻ്റെ കൂടെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കിട്ടി. അപ്പോൾ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ഇങ്ങനെ പ്രോഗ്രാമറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തുടങ്ങിയത്. അപ്പൊ അത് ബോംബെ തന്നെയായിരുന്നു അതിനൊരു ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് കണക്ടിവിറ്റി ഒക്കെ. ബന്ദറിന്റെ ടോട്ടൽ പ്രോസസ് എത്ര സമയം ഉണ്ടായിരുന്നു ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷൻ മ്യൂസിക് കമ്പോസിംഗ്? ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ എഡിറ്റ് രീതികൾ മാറ്റങ്ങൾ വരുത്തിയും പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും സ്കോർ വൈസ് നമ്മളൊക്കെ എനിക്ക് 20 daysനുള്ളിൽ തന്നെ നമ്മൾ അതിന്റെ പിന്നെ പക്ഷെ എഡിറ്റ് മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു എഡിറ്റിലേക്ക് എത്താൻ തന്നെ നമ്മൾ കുറെ വേർഷൻസ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ചിലപ്പോൾ പെർസ്പെക്റ്റീവ്, ഇതിപ്പോ കുറച്ചുകൂടെ നമ്മൾ ഇപ്പൊ പടം കണ്ടവർക്കറിയാം അതൊരു സിസ്റ്റത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ബോബി ഡിയോളിനോട് മാത്രം കംപ്ലീറ്റ്ലി സിമ്പത്തൈസ് ചെയ്യുന്നത് എഡിറ്റിൽ മാത്രമായിട്ട് അങ്ങനെ എഡിറ്റ്. കാര്യം ഒരു ഓർഡർ ഇപ്പൊ ഫസ്റ്റ് ഇതില് ജയിൽ
നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ജയിൽ സീക്വൻസ് ഉം. ഒരു സെറ്റ്, ഉം. ഔട്ട്സൈഡ് ജയിൽ ഒരു സെറ്റ്. ഓക്കെ. ആ. അപ്പം നമ്മുടെ സ്കോറിങ്ങിൽ വന്നപ്പോഴും ജയിലിലുള്ളതിന് എപ്പോഴും ഒരു ഭീതി വരുത്താന്ന് തന്നെയായിരുന്നു ഫസ്റ്റ് തൊട്ട്. വേർഡ് ബൈ വേർഡിന് ഹൊറർ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത്. ജംപ് സ്കെയർസ് അല്ല, പക്ഷെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ സഹതാപം അല്ലാതെ പേടിയാണ് വരേണ്ടത്. ഒരാള് ജയിലിലേക്ക് പോയാൽ എന്താണ് കംപ്ലീറ്റ്. അപ്പൊ ഇതിന്റെ ഷോർട്സ് നോക്കിയാൽ എല്ലാം ക്ലോസ്. കറക്റ്റ്. അപ്പൊ എനിക്ക് തോന്നിയൊരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മെലഡി എന്ന രീതി വരുന്നതിന് പകരം ഇപ്പം ഞാൻ ലൈവ് സ്ട്രിങ്സ് റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മൾ ചെല്ലോയിലൊക്കെ തന്നെ അത് തന്നെ വയലിന്റെ വേറൊരു ലെയർ. കറക്റ്റ്. അതിങ്ങനെ ഒരു സൗണ്ട് ഡിസൈൻ പോലത്തെ രീതിയിൽ നമ്മൾ കൊണ്ടുവരും. പിന്നെ അതിങ്ങനെ കുറെ ഭാഗങ്ങൾ നമുക്കിപ്പോ ഇങ്ങനെ ചെവി അടച്ച് വെക്കുമ്പോൾ നമുക്ക് ഒരു മൂഡൽ ഉണ്ടാവില്ലേ, ആ ഒരു മൂഡൽ എന്നൊരു ഫീൽ എങ്ങനെ വരുത്താം, അങ്ങനത്തെ രീതിയിൽ ഒരു സൗണ്ട് ഡിസൈൻ മ്യൂസിക് എന്ന രീതിയിൽ ജയിൽ പോർഷൻ ട്രൈ ചെയ്തത്. പിന്നെ എൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഔട്ട്സൈഡ്. അവിടെയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു രീതിയും ഇതൊക്കെ ഇൻവോൾവ് ചെയ്യാണ്. ബന്ദറിൽ ആക്ച്വലി മലയാളി പ്രസൻസ് കൂടുതലാണല്ലോ, അതായത് പിന്നെ സൗത്ത് സൈഡ് ഇപ്പൊ രാജ്ബി ഷെട്ടി ഉണ്ട്. അത് കാസ്റ്റില് തന്നെ ഇപ്പൊ അനുരാഗ് കശ്യപിന്റെ ഈ സമീപകാലത്ത് ഈ സൗത്തിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഒരു ഫാക്ടറാണ്. അതുപോലെ ടെക്നീഷ്യൻസിനെ അങ്ങനെ പുതിയത് ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ്. മ്യൂസിക് സെൻസ് എങ്ങനെയാ ശരിക്കും, എന്താണ് ഒരു ഫീഡ് എന്നുള്ള രീതിയിൽ തുടക്കമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസും ഇല്ല, ഒരു ഫീൽ എന്താ വേണ്ടതെന്ന് പറയില്ല. അപ്പൊ അതെനിക്ക് ആ വീഡിയോ തന്നിട്ട് ഇത് തന്റെ സിനിമയാണ്, ഇനി താൻ മ്യൂസിക് ചെയ്യുക. അപ്പൊ ഞാൻ ചെയ്ത് തീംസ് അയച്ചു കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം എഡിറ്റ് ആണ് ചെയ്യുന്നത്. എന്റെ മ്യൂസിക്കിനെ ഇതാക്കാതെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിൽ റീവർക്ക് ചെയ്യാം. എനിക്കൊരു 95% ഫസ്റ്റ് പീസ് കൊടുക്കുന്നത് തന്നെ 95-98%. ഒരു 2-3 സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ഒരു രീതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞു ഇതല്ല എൻ്റെ സിനിമ എന്ന് പറഞ്ഞു. ആ ഒരു ബിറ്റ് ഒരു ഭാഗം, കാര്യം ഈ ഒരു പെർസ്പെക്റ്റീവിലല്ലാതെ വേറെ. അപ്പൊ എൻ്റെ ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നതാണ് ഞാൻ കാണിച്ചത്. പക്ഷെ അത് കറക്റ്റ് അദ്ദേഹത്തിന് വർക്ക് ആവുകയും ഭയങ്കര സുഖമാണ് അത്. പിന്നെ എന്താന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നതും എൻ്റെ ഏറ്റവും വലിയ പവർ യെസ് ഓർ നോ പറയുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത് ഇങ്ങനെ ആക്കാം, ഇത് ഇങ്ങനെ ആക്കാന്ന് പറയണ്ട, ഇത് എനിക്ക് യെസ് ഇത് വർക്കായില്ല, ഇത് വർക്കായി, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും എൻ്റെ സ്ട്രോങ് പവർ എന്ന് അദ്ദേഹം പറയും. അപ്പൊ ഞാൻ മ്യൂസിക് ചെയ്യുക, അത് വർക്കാവോ അല്ലെങ്കിൽ വർക്കാവില്ല എന്നുള്ളൊരു ഫാക്ടറിലേക്ക്. അപ്പൊ ഞാൻ ഭയങ്കര സുഖമാണ്. റെഫറൻസ് തരാതിരിക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു ഫ്രീഡം അവിടെ ഭയങ്കരമായിട്ടുണ്ട്. റെഫറൻസിന്റെ ഒരു ബാക്കിംഗ് ഉള്ളപ്പോ അതുപോലെയല്ല ഇത് എന്നൊക്കെ പറഞ്ഞാൽ എന്നുവെച്ചാൽ അവരിങ്ങനെ ചില സമയത്ത് അവരെ പറയാൻ പറ്റില്ല, പക്ഷെ അവരിങ്ങനെ കേട്ട് വരുമ്പോൾ ആ മ്യൂസിക്കും കൂടെ വരുമ്പോഴായിരിക്കും അവർക്ക് ആ എനർജി വരുന്നത് ഓവറോൾ ഒരാളെ കാണിക്കാനും ഒക്കെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിലെ ലോങ് ഷോട്ട്സ് കുറയും, ഇതൊരു ഫീലിംഗ് ബേസ്ഡ് ആണ്, ഭയങ്കര ഡ്രാമ ഓറിയന്റഡ്. അപ്പൊ ഇതിലൊരു റെഫറൻസ് പോലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ജനറലി അനുരാഗ് സാറിന്റെ റെഫറൻസ് ഒരിക്കലും വെക്കില്ല. ആള് കംപ്ലീറ്റ്ലി സൈലൻസ്, ഡയലോഗ് മാത്രം തരിക നമ്മള്. അല്ല പക്ഷെ എന്നാലും അനുരാഗ് സാർ ഇങ്ങനെ ശിവഹരിയുടെ തന്നെ മുമ്പത്തെ വർക്ക്സ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൗണ്ടിങ് പാറ്റേൺ അങ്ങനെയൊക്കെ ഒരു കോൺവെർസേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം എന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വിളിക്കുന്ന എന്റെ പ്രീവിയസ് വർക്ക്സിനെക്കാട്ടിലും കൂടുതൽ ഞാനൊരു ട്രാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് അത് വർക്കായി. അപ്പൊ ആ കേട്ട ഉടനെ തന്നെയാണ് ആള് പറഞ്ഞ എന്നോടും പറഞ്ഞത് അദ്ദേഹം അതാണ് ഈ ഭജൻ. അപ്പൊ പറഞ്ഞു അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പാണ് ഇതില് നമുക്ക് വർക്കാവും ചെയ്യാം. അപ്പൊ പിന്നെ വേറെ മുമ്പ് ഞാൻ എന്താ ചെയ്തത്, മുമ്പ് ഞാൻ ഏത് തരം വർക്കാണ് ചെയ്തതെന്നൊന്നും അദ്ദേഹത്തിന് ഒരു ഫാക്ടർ. പക്ഷെ അദ്ദേഹം ഡെഫിനറ്റ്ലി 2-3 ഞാൻ ചെയ്ത പ്രൊജക്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത പ്രൊജക്ടിനെ ബേസ് ചെയ്തല്ല എന്നെ ജഡ്ജ് ചെയ്യാൻ അദ്ദേഹത്തിന്, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രഷ് പെർസ്പെക്റ്റീവില് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ പ്രൊജക്ട്സ് ചെയ്തതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടും ഒക്കെ രീതികളൊക്കെ ചെയ്യാൻ. മറ്റേ നിങ്ങളെ റീ റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് ഒരു വീഡിയോ കണ്ടിരുന്നു, അതില് പുള്ളി ഇങ്ങനെ ഇത് ജസ്റ്റ് ബിഗിനിങ് ആണ്, ഇനിയും വർക്ക് ചെയ്യണം എന്നൊക്കെ. അതെ അതെ, അത് ഒരു ഭാഗ്യമാണ് അദ്ദേഹം അത് പറയുന്നു എന്നുള്ളത്. അത് നമ്മള് റെക്കോർഡിങ്ങിന് അദ്ദേഹവും ഇന്ദ്രജിത്ത് സർ അദ്ദേഹം അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ്ങിലും. അപ്പൊ നമ്മൾ അതിനൊരു 10 member സ്ട്രിങ് ഓർക്കസ്ട്ര കംപ്ലീറ്റ് ആദ്യം പ്രോഗ്രാം ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ റിട്ടേൺ സ്കോർ കൊടുക്കുകയും അത് ലൈവായിട്ട് അവര്. അത് നമ്മൾ ഇവിടെ കൊച്ചിൻ സ്ട്രിങ്സ് ആണ് ചെയ്തത്. ഇവിടുന്നാണ് റെക്കോർഡിംഗ് ഒക്കെ
അല്ലല്ല, ഞാൻ ചെയ്തതെല്ലാം ബോംബെ നിന്നാണ്. ഇതിനു വേണ്ടി മാത്രം തലേദിവസം വന്നു, പിറ്റേ ദിവസം ആ റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വന്നു പോയി. അപ്പോൾ കൊച്ചിൻ സ്ട്രിങ്സ് തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അവരുടെ ഭയങ്കര രസം, അവരുടെ ടോണും ഇതൊക്കെ കേൾക്കാൻ. അപ്പോൾ അതിനാണ് ഇപ്പൊ ഇന്ദ്രജിത് സുകുമാരനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പുള്ളിയും പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ സിനിമ ഹിസ്റ്ററിയിൽ ഒരു റീ റെക്കോർഡിംഗ് ഫ്രം സ്ക്രാച്ച് എങ്ങനെയാണ് ഒരു മ്യൂസിക് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അദ്ദേഹം കാലത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാരും ഫുൾ ഡേ നമ്മളിരുന്ന് നമ്മൾ ചില പീസുകളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് 2-3 ഒരു സീൻസിനൊക്കെ നമ്മൾ വേറെ മ്യൂസിക് അപ്പോൾ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കുകയും. പിന്നെ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു സ്കോർ മിക്സ് എന്നൊരു ഫാക്ടർ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊരു 5.1 മിക്സ് ഡോൾബി മിക്സ് സ്കോറിന് മാത്രം ചെയ്തു. അപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് നടക്കുന്നു, തൊട്ടപ്പുറത്താണ് 5.1 മിക്സ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഉടനെ ബാക്കി ട്രാക്സ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട് പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ കേട്ടും മിക്സ് ചെയ്ത് അപ്പോൾ എല്ലാം അവരപ്പം തന്നെ കേൾപ്പിക്കുകയും കൂടുതലൊരു ലൈവ് പരിപാടിയായിരുന്നു. ഈ കൊച്ചിൻ സ്ട്രിങ്സ് റെക്കോർഡ് ചെയ്ത പോർഷൻ ഏതാണ് ആക്ച്വലി? ജയിലിന്റെ അകത്തെ സീക്വൻസ് ആണോ? അല്ല, ഫുൾ പടത്തിൽ വരുന്ന എല്ലാ സ്ട്രിങ്സിന്റെ കംപ്ലീറ്റ് A to Z ലൈവ്. ആദ്യം ഞാൻ പ്രോഗ്രാം ചെയ്തു, പിന്നെ നമ്മൾ ലൈവ്. ഞാൻ ഈ രാഗം അതിന്റെ കുറച്ച് കാര്യം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ മണിച്ചിത്ര താഴിലൊക്കെ ഉള്ള പോലെ ആഹിരി രാഗം, ആ ഒരു രാഗം അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞുള്ള മെലഡി പോലെ രീതിയിലൊക്കെ അതിന്റെയൊക്കെ ഇൻസ്പയർ ആയിട്ടും രീതികളൊക്കെ കുറെ ഇതിലും ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ക്ലാസിക്കലാണ് ബാക്കിംഗ്. എങ്ങനെയാണ് ഈ ഫിലിം അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഒറിജിനൽ സ്കോർ എന്നൊക്കെ ഉള്ള രീതിയിൽ ആഗ്രഹം വരുന്നതൊക്കെ ഏത് സമയത്ത്, മീൻസ് ലൈഫിൽ ഏത് സമയത്താണ് വരുന്നത്? ഇല്ല, ഞാൻ ശരിക്കും പാട്ട് പാടിയാണ് തുടങ്ങിയത്. സിംഗർ ആയിട്ടാണ് അതെ 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 അത് ഞാൻ പറഞ്ഞില്ല. ഭാഗ്യം ലാൽ ജോസ് സാറിന്റെ അന്നപൂർണ അതിപ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ത്രൂ എത്തുകയും കുറെ പേര് മെസ്സേജ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തോന്നി, കാര്യം ഞാൻ ബെസ്ലി മോസ്റ്റ്ലി പഠിച്ചത് ഈ ടെക്നിക്കൽ സൈഡാണ്, സ്കോറിങ്ങും സോങ് കമ്പോസിങ്ങും സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ. പിന്നെ എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റ് വന്നു. കാര്യം എനിക്ക് തോന്നിക്കുന്നത് മെലഡി ക്രിയേറ്റ് ചെയ്യൽ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ടാണ്, എനിക്ക് അതാണ് സ്ട്രോങ് പോയിന്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതി ഓരോരുത്തർ അസിസ്റ്റ് ചെയ്തും അതിങ്ങനെ ഫ്ലോയിൽ വന്നു. മീൻസ് പഠിച്ചിറങ്ങിയ ശേഷം പിന്നെ അസിസ്റ്റ് ചെയ്യാനാണോ പോയത്, അതോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ രണ്ടുമായിരുന്നു ആഡ് പ്രൊഡക്ഷൻസിലേക്ക്? ആഡ്സ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയി തുടക്കം തൊട്ട് ഞാൻ അസിസ്റ്റ് ചെയ്തു. പക്ഷെ സ്കോറിങ്ങിലൊക്കെ ഞാൻ ഓരോരുത്തരെ അസിസ്റ്റ്. കാര്യം എനിക്ക് തോന്നിയിരിക്കുന്ന ടെക്നിക്കൽ സൈഡിനെക്കാട്ടിലും കൂടുതൽ ഒരു സിനിമ എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളൊരു ഫാക്ടറുള്ള, എവിടെ സൈലൻസ് എവിടെ മ്യൂസിക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലേണിങ്ങിന് ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്തൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഓസ്ലർ മിഥുൻ മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം ശരിക്കും ഞാൻ ഇത് എല്ലാം മുമ്പ് അസിസ്റ്റന്റ് എന്ന രീതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അൽഫോൻസ് ജോസഫ് സാറിന്റെ അത് ഞാൻ അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അപ്പൊ ഫുൾ ടൈം ആ സ്കോറിംഗ് ലോനപ്പന്റെ മാമോദിസ, പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം 12 എന്ന് പറഞ്ഞൊരു പടം. അപ്പൊ അതിലൊക്കെ പക്ഷെ അതിൽ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ കൂടെ ഉണ്ടാവും അതിന്റെ ഫുൾ പ്രോസസ്സ് മനസ്സിലാക്കുകയായിരുന്നു. ഫസ്റ്റ് വർക്ക് ചെയ്തൊക്കെ പിന്നെ ഓസ്ലർ, മിഥുൻ പൂവൻ, രാമചന്ദ്ര ബോസൻകോ, പിന്നെ പതുക്കെ ഗോപി സുന്ദർ സാറിന്റെ കൂടെ ഹിഷാം അബ്ദുള്ള. അത് തെലുഗു മൂവിയാണ്, മനമേ എന്ന് പറയുന്നത്. ഈ മിയാവലി അന്നപൂർണെ പാടാൻ എങ്ങനെ ജസ്റ്റിൻ ചേട്ടൻ വിളിക്കുന്നത്? ജസ്റ്റിൻ വർഗീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അപ്പൊ അതും ഒരു ഫ്രണ്ട് ത്രൂ ആണ്. അവർക്കൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു, ഈ ഒരു പടത്തില് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് കർണാട്ടിക് കൃതി പാടാൻ പറ്റുന്ന ഒരു സിംഗർ വേണം. അതേപോലെ ആ പ്രായം, ഒരു പയ്യന്റെ ശബ്ദമാണ് വേണ്ടത്. കാരണം എനിക്കപ്പോ 20 വയസ്സാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വരികയും അപ്പൊ ബിജിപാൽ സാറാണ് ഞാനിങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബിജിപാൽ സാറിനെ. അപ്പൊ അദ്ദേഹം പാട്ട് കേൾക്കുകയും അതൊരു ഫ്രണ്ട് ത്രൂ ആണ്. അപ്പോൾ പെട്ടെന്ന് ആ സമയത്താണ് പറയുന്നത് നമുക്ക് ഇതിലൊന്ന് ട്രൈ ചെയ്താലോ. പിന്നെ ഞങ്ങൾക്ക് ഒരു 1 hour കംപ്ലീറ്റ് റെക്കോർഡിംഗ് പരിപാടി. പിന്നെ അത് 1 വർഷം കഴിഞ്ഞിട്ടാണ് റിലീസായത്. കോവിഡ് സമയത്തും കൂടെ പീക്ക് കോവിഡ് സമയത്ത് റെക്കോർഡിംഗ്. ഈ ആഡ്സ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ പാരലി പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനി ഒരു ഫ്യൂച്ചർ എന്നൊക്കെ ഇപ്പൊ ബന്ദർ റിലീസിന് ശേഷം നമ്മളൊരു പോസ്റ്റ് സിനാരിയോ നോക്കുകയാണെങ്കിൽ രണ്ടും പാരലി കൊണ്ടുപോകാന്നൊക്കെ ഉള്ള ഒരു തോട്ട് പ്രോസസ് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. യെസ്, കാര്യം എന്താ വെച്ചാൽ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എന്താ പറയുക, സിനിമയുടെ ഇപ്പൊ ബന്ദറാണെങ്കിലും എൻ്റെ ഒരു ഇൻവോൾവ് ഇപ്പോൾ ഒരു സമയം നമ്മളെ കംപ്ലീറ്റ് ആ സ്ക്രിപ്റ്റിനെ പറ്റി ആലോചിക്കും, എന്ത് മ്യൂസിക് ചെയ്യാം, എന്ത് തീംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സോങ്, അതൊക്കെ നമ്മൾ ടൈം എടുത്താണല്ലോ. ആഡ് അങ്ങനെയല്ല, കാലത്ത് വരിക, പക്ഷെ അതിന്റെ ഒരു
അതിന്റെ ആവശ്യമുള്ളതും അത് തന്നെയാണ്. എങ്ങനെ നമുക്ക് ആ 20 സെക്കൻഡിൽ ആ കഥയെ മാക്സിമം Hooking ആക്കി present ചെയ്യാം. എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൽ എല്ലാത്തിലും എൻ്റെ ഒരു ആഗ്രഹത്തിൽ എപ്പോഴും മെലഡി മാക്സിമം കൊണ്ടുവരുത്താൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു factor. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആഡ്സും ഇപ്പോഴത്തെ സ്ഥിതിയിൽ സുഖമായിട്ട് അനുരാഗ് സാറിന്റെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ടുവേർഡ് സൗത്ത് ആണല്ലോ എല്ലാവരും നോക്കി കാണുന്നത്. ഇപ്പോൾ Correct. മലയാള സിനിമയെ പറ്റിയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സൗത്ത് ഇൻഡസ്ട്രീനെ പറ്റിയുള്ള ഒരു കോൺവെർസേഷൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ വർക്കിംഗ് പ്രോസസ് എങ്ങനെയാണ് പുള്ളിയായിട്ട്? ഇതെല്ലാം ഒരു എക്സ്പെരിമെന്റ് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് ജനറലി ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ എഡിറ്റ് ഒരു തവണ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റില്ല എന്നൊരു രീതിയിലല്ലാതെ ഈ എഡിറ്റിന് നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതെങ്ങനെ മാറ്റാം, പിന്നെ അത് മാറ്റുമ്പോൾ നമുക്ക് മ്യൂസിക് എങ്ങനെ മാറ്റാം. അപ്പൊ ഇതൊരു കോൺവെർസേഷൻ തന്നെയാണ് തമ്മിൽ. എനിക്ക് തോന്നുന്നു ഞാനൊരു 8 to 10 വേർഷൻസ് എഡിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതിന് വേണ്ടി ഇങ്ങനെ മാറി മാറി നമ്മളിങ്ങനെ പൊസിഷൻസ്, ഇമ്പാക്ട്, ഇതെല്ലാം മ്യൂസിക് കംപ്ലീറ്റ് മാറണമെന്നില്ല കേട്ടോ. മ്യൂസിക് സീൻ പക്ഷെ ഇമ്പാക്ട് വരുന്ന രീതിയും പെർസ്പെക്റ്റീവ് ഒക്കെ മാറും. ഏത് സീനാ വെക്കുന്നതൊക്കെ അതുപോലും മാറാമല്ലേ? ഏത് സീൻ മാത്രമല്ല, ഏത് ഡയലോഗിനാണ് വെക്കുന്നത് എന്നുള്ളൊരു വലിയ ഫാക്ടർ. കാര്യം ഇത് എല്ലാത്തിനും ഇതിലും ഒക്കെ ഇപ്പൊ ഡയലോഗിനിടയ്ക്ക് ഗ്യാപ്പ് നല്ലോണം. ഒരു ടേബിൾ കോൺവെർസേഷൻ ഒരു സീൻ അതിലുണ്ടായിരുന്നു, ബോബി ഡിയോളും സപ്ന പബി തമ്മിൽ സംസാരിക്കും. അപ്പൊ അതിൽ എനിക്ക് 3 സ്ഥലങ്ങളിൽ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എനിക്കൊരു ഫീല് വന്നിരുന്നത് ഒരു പർട്ടിക്കുലർ ഇന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ പിന്നെ അനുരാഗ് സർ കേട്ട പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് നോക്കാമെന്ന് നോക്കിയപ്പോൾ അവിടെ ചെയ്തപ്പോൾ അത് കുറച്ചുകൂടെ ഇമ്പാക്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ കോൺവെർസേഷൻ, അതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരിക എന്നുള്ളത്. പക്ഷെ അതൊക്കെ ഞാൻ ഒരു പ്രോസസ് എന്ന രീതിയിൽ പോകുന്നതാണ്. റെസ്പോൺസ് പൊതുവെ ബന്ദറിന്റെ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഇവിടുന്ന് മാത്രല്ല, അവിടുന്ന് ബോംബെ സൈഡിൽ നിന്നും കൂടെ ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസ്, ഭീകര ഒരു ക്രിട്ടിക്കൽ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇല്ല, ടെക്നിക്കലി ആക്ച്വലി ഇതിന്റെ ഒരു ടിഫ് ഫെസ്റ്റ് ടൊറന്റോ ഫെസ്റ്റിവലിൽ ഇത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു അവിടെ നിന്നും റെസ്പോൺസ് ഭയങ്കരമായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഡയറക്ടേഴ്സും ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ളവരും കുറെ പേരൊക്കെ ഭയങ്കര അതിനെ സ്കോറിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ്. ഫസ്റ്റ് പടം തന്നെ വിത്ത് ഓജി എന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ, അത് അദ്ദേഹത്തിന്റെ ഒരു എന്നെ ഒരു ന്യൂ ആൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊജക്ടിന്റെ. അതെ അതെ അതെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷൻ വരും ഇടയ്ക്ക് എന്താണ്. പക്ഷെ പിന്നെയും നമ്മൾ അറിയാലോ അത് ഏതാണ് ഏത് പടത്തിലേക്കാണ് ഫൈനലി ലാൻഡ് ആവുക എന്നുള്ളതൊന്നും. ഇവിടേക്ക് മലയാളത്തിലേക്കുള്ള ഒരു എൻട്രി തോട്ടിലുണ്ടോ അതോ? അയ്യോ തീർച്ചയായും, എനിക്ക് സത്യം പറഞ്ഞാൽ ഈക്വലി അത്രയും തന്നെ ആഗ്രഹമാണ് മലയാളത്തിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ 1-2 ഡയറക്ടേഴ്സ് ആയിട്ടും സംസാരവും ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി പ്രത്യേകിച്ച് പാട്ടുകളും സ്കോറും ഒക്കെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു ഇമോഷണലി കണക്റ്റഡും കൂടെയാണല്ലോ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത എല്ലാ വർക്കിലും എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.